ഒരു കാര്യത്തിന് രണ്ടു തരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവുക എന്നത് വല്ലാത്ത അരോചകമാണ്. ഒരേ സമയം തല്ലുകയും തലോടുകയും ചെയ്യുന്നത് പോലെ. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ അനുഭവം പുലർത്തുന്ന 2 മന്ത്രിമാർക്ക് ബ്രിട്ടൻ വിലക്കേർപ്പെടുത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഭരണമുന്നണിയിലെ സഖ്യകക്ഷികളായ തീവ്ര വലതുപക്ഷ അനുഭവം പുലർത്തുന്ന പാർട്ടികളിലെ അംഗങ്ങളായ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിർ, ധനകാര്യമന്ത്രി ബെസാലെൽ സ്മോട്രിക് എന്നിവർക്കാണ് ബ്രിട്ടൻ സന്ദർശിക്കുന്നതിനുള്ള വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത്. അതേസമയം ICC ഇസ്രയേലിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾക്ക് മുതിരുകയാണെങ്കിൽ ICCയിൽ നിന്നും UK പിന്മാറുമെന്ന് ഡേവിഡ് കാമറോൺ കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തുകയുണ്ടായി. ഈ 2 പ്രഖ്യാപനങ്ങൾക്കുമിടയിൽ അധികം ഇടവേളകൾ ഇല്ലാത്തതിനാൽ തന്നെ യഥാർത്ഥത്തിൽ ബ്രിട്ടൻ ആർക്കൊപ്പമാണ് എന്നാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. ഒടുവിൽ അവരെല്ലാം ഒരു തീരുമാനത്തിലെത്തി. ഇത് ബ്രിട്ടന്റെ ഇരട്ടത്താപ്പ് തന്നെ. അതേസമയം ഗാസയിലേക്ക് ഭക്ഷണ വിതരണം ചെയ്യുന്നതിനെതിരെ പ്രചാരണം നടത്തുന്നതാണ് കാരണമായി പറഞ്ഞാണ് മന്ത്രിമാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഗാസയിലെ ജനങ്ങളെ അവിടെ നിന്നും ഒഴിപ്പിക്കണമെന്നും മറ്റു പലയിടങ്ങളിലായി താമസിപ്പിക്കണമെന്നും ബെൻഗൂർ പറഞ്ഞിരുന്നു. അവർ പലസ്തീൻ ജനതയ്ക്കെതിരെ അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുകയാണെന്നും ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ഡേവിഡ് ലാമി പറയുകയുണ്ടായി. മാത്രമല്ല, മനുഷ്യാവകാശങ്ങൾ ലംഘിക്കാൻ ഇവർ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഇസ്രയേലിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളും ജനാധിപത്യ സർക്കാരിന്റെ ഭാഗവാക്കായവരും ആയവരോടുള്ള ഈ നടപടി തീർത്തും അപലനീയമാണെന്നാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. ഇതിനൊരു പകരം നടപടി ഉടനെ ഉണ്ടാകുമെന്നും അക്കാര്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ ആണവ രഹസ്യങ്ങൾ തങ്ങൾക്കറിയാമെന്ന ബ്രിട്ടന്റെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷമാണ് ഈ നടപടി എന്നാണ് ഇസ്രയേലിനെ ഇത്രയേറെ ചൊടിപ്പിച്ചിട്ടുള്ളത്. അതേസമയം മാനുഷിക സഹായ കപ്പലായ മഡ്ലിനിൽ ഗസയിലേക്ക് തിരിച്ച ആക്ടിവിസ്റ്റ് ഗ്രെറ്റ തുംബർഗിനെ ഇസ്രയേൽ നാടുകടത്തിയിട്ടുണ്ട്. ഗ്രെറ്റയും സംഘവും സഞ്ചരിച്ചിരുന്ന സഹായ കപ്പൽ ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്ത് 1 ദിവസത്തിന് ശേഷമാണ് പുറത്താക്കൽ നടപടി. ഗ്രെറ്റ തിരികെ പാരീസിലെത്തിയിട്ടുണ്ട്. 22കാരിയായ ഗ്രെറ്റയെയും ഒപ്പമുള്ള മറ്റു പ്രവർത്തകരെയും പ്രതിനിധീകരിക്കുന്ന ഇസ്രയേലിലെ നിയമ അവകാശ ഗ്രൂപ്പായ അദാല, തുംബർഗും മറ്റു 2 ആക്ടിവിസ്റ്റുകളും ഒരു മാധ്യമ പ്രവർത്തകനും ഇസ്രയേൽ വിടാനും നാടുകടത്തലിനും സമ്മതിച്ചതായി പറഞ്ഞു. നാടുകടത്തൽ നിരസിച്ച് മറ്റ് ആക്ടിവിസ്റ്റുകളെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും അവരുടെ കേസ് ഇസ്രയേൽ അധികൃതർ കേൾക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. യുദ്ധം തകർത്ത ഗസയിലെ ജനങ്ങൾക്ക് സഹായമായി പോകുന്ന മഡ്ലിൻ എന്ന കപ്പലിലുണ്ടായിരുന്ന 12 യാത്രക്കാരിൽ ഒരാളായിരുന്നു ഗ്രെറ്റ തുംബർഗ്. തിങ്കളാഴ്ച പുലർച്ചെ ഗസയുടെ തീരത്ത് നിന്നും 200 കിലോമീറ്റർ അകലെ എത്തിയപ്പോൾ ഇസ്രയേൽ നാവികസേന കപ്പൽ പിടിച്ചെടുത്തതായി യാത്ര സംഘടിപ്പിച്ച ഗ്രൂപ്പായ ഫ്രീഡം ഫ്ലോട്ടില്ല അറിയിക്കുകയുണ്ടായി. ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലും മാനുഷിക പ്രതിസന്ധിയിലും തങ്ങൾ പ്രതിഷേധിക്കുന്നുവെന്ന് ആക്ടിവിസ്റ്റുകൾ പറയുന്നുണ്ട്. നാവികസേനയുടെ അകമ്പടിയോടെ ബോട്ട് തിങ്കളാഴ്ച വൈകുന്നേരം ഇസ്രയേലി തുറമുഖമായ അഷ്ദോദിൽ എത്തിച്ചതായി ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ ശത്രുക്കളാവുന്നതിൽ പുതുമയില്ലെങ്കിലും ഇസ്രയേൽ ഗസയ്ക്കുമേൽ പ്രയോഗിക്കുന്ന നീച പ്രവൃത്തിയെ ഒരു രാജ്യവും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടന്റെ ഈ നടപടിയെ ലോകരാജ്യങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് കാണുന്നത്.